ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിനൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ചിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലത്തെ പ്ലാൻ ഹാങ്ങർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാൻ ഹാങ്ങർ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നമ്മളിത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ഹാങ്ങറിന് തന്നെ 25 രൂപയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഇതുപോലത്തെ ഒരു 20 രൂപേൻ്റെ കയർ വാങ്ങിച്ചാൽ നമുക്ക് 3 പ്ലാൻ ഹാങ്ങർ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഈ കയറിൽ നിന്ന് 102 ഇഞ്ച് അളവിൽ 3 കയറുകൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തത് ഇതിൽ കാണിക്കുന്നില്ല, ഒരേ അളവ് തന്നെയാണ്. അതായത് 3 കയറും 102 ഇഞ്ചിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ 2 അറ്റവും ഇതുപോലെ ഒരുമിച്ചിട്ട് പിടിക്കണം. ഇനി നമുക്ക് കട്ടിലിൻ്റെ ഈ കോർണറിലായിട്ട് ഈ കയർ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ കയർ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ കയറിൻ്റെ 2 അറ്റവും ഒരേ അളവ് തന്നെ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് ശേഷം ഫസ്റ്റായിട്ട് തന്നെ ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി. സാധാരണ നമ്മൾ നോർമലായിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 6 കയറുകളാണ് കേട്ടോ കിട്ടുക. ഇതിൽ 2 കയറുകൾ വെച്ചിട്ടാണ് നമ്മൾ മുടയുന്നത്. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ഈ 2 കയറ് നമ്മൾ ഇതുപോലെ എടുത്ത് ഇതുപോലെ നമ്മൾ ഒന്ന് ഉള്ളിൽ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ വീണ്ടും എടുക്കുക. അങ്ങനെയാണ് മുടയുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് മുടഞ്ഞെടുക്കാവുന്നതാണ്. നമുക്ക് വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ സാവകാശം ചെയ്തെടുക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെയാണ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഫുള്ളായിട്ട് ഭാഗങ്ങൾ മുടയുന്നില്ല കേട്ടോ, ഇത്ര മാത്രമേ മുടയുന്നുള്ളൂ. ഇനി നമുക്കിത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഇട്ടിട്ട് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ലോക്കായി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗി തന്നെ നമ്മൾ മുടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയറിൻ്റെ ഫസ്റ്റ് ഭാഗം മുടഞ്ഞെടുത്ത പോലെ തന്നെ ബാക്കിയുള്ള 2 ഭാഗങ്ങളും കൂടെ അതേ അളവിലൊന്ന് മുടഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതേ കയറിൻ്റെ 3 ഭാഗങ്ങളും നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒരേ അളവിൽ മടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും കെട്ടിട്ട് കൊടുക്കണം. അത് നമ്മൾ കെട്ടിട്ട് കൊടുക്കുമ്പോൾ ഇടവിട്ടിട്ട് വേണം കെട്ടിട്ട് കൊടുക്കാൻ. അതായത് ഫസ്റ്റിലെ ഭാഗത്തിൻ്റെ ഒരു കയറെടുക്കുക, അതിനുശേഷം സെക്കൻഡ് ഭാഗത്തിൻ്റെ ഒരു കയറെടുക്കുക. അങ്ങനെയാണ് കേട്ടോ കെട്ടിട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ കയറിൻ്റെ 3 ഭാഗങ്ങളും കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതും ഇതുപോലെ തന്നെ ഒന്നിടവിട്ടിട്ടാണ് കെട്ടിക്കൊടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ കെട്ട് ഇട്ട് കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല, പക്ഷേ നമ്മളൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 കെട്ടുകളും ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടോട്ടലായിട്ട് എല്ലാം പിടിച്ചിട്ട് ഒറ്റൊരു കെട്ടും കൂടെ കെട്ടിക്കൊടുക്കണം കേട്ടോ ഇതുപോലെ. ഇനി ഇതിൻ്റെ അറ്റം കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഈ കട്ടിലിൻ്റെ കോർണറിൽ നിന്ന് ഇതൊന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാൻ ഹാങ്ങർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള ചെടിച്ചട്ടികളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.